നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് പഴശ്ശിനിക്കടവിലാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയതാണ്. പെട്രോൾ പമ്പിലാണ് കിടന്നുറങ്ങിയത്. ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഒരു മടപ്പരയാണിത്. പറശ്ശിനി മടപ്പര ശ്രീ മുത്തപ്പൻ എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത്. പറശ്ശിനി മടപ്പരയുടെ കാര്യനിർവഹണം നടത്തി വരുന്നത് മടയനാണ്. തറവാട്ടിലെ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് മടപ്പരയിലെ മുതിർന്ന പുരുഷനാണ് ഇവിടെ മടയനായിട്ട് ആചാരപ്പെടുന്നത്. വൈകിട്ട് 3 മണിക്ക് നട തുറന്ന് ദൈവത്തിൻ്റെ മാല ചാർത്തൽ കഴിഞ്ഞ് വൈകുന്നേരം തന്നെ 4 മണിയാകുമ്പോൾ മലയിറക്കൽ എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യയോടുകൂടി മുത്തപ്പൻ വെള്ളാട്ടം ഇറങ്ങും. 8:30 മണിയോടുകൂടി വെള്ളാട്ടം അവസാനിക്കും. അത് കഴിഞ്ഞ് അന്തിവേല കഴകപ്പരയിൽ നിന്ന് നമ്മൾ തറവാട്ടിൽ നിന്ന് അന്തിവേല എന്ന് പറഞ്ഞ ചടങ്ങോട് കൂടിയിട്ട് കലശം എഴുന്നള്ളിച്ച് വീണ്ടും മടപ്പരയിലേക്ക് വന്നു. അന്നത്തെ ചടങ്ങുകളോടെ പര്യവസാനിക്കുന്നു. വീണ്ടും കാലത്ത് 5:30 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം, മുത്തപ്പൻ വെള്ളാട്ടം, തിരുവപ്പന ഒരുമിച്ചുള്ളത് ചടങ്ങ് പുനരാരംഭിക്കും. അത് 8:30 കഴിയും. 8:30 തിരുവപ്പന അന്നത്തെ ദിവസത്തെ ചടങ്ങ് അവസാനിക്കും. ഇവിടെ പ്രസാദമായിട്ട് ചായയും പയറുമാണ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടുത്തു വരുന്നുണ്ട്. 2 നേരം അന്നദാനം. ഇതാണ് ഇവിടുത്തെ ഇതിനെപ്പറ്റി പറയുന്നത്. മടപ്പരയായിട്ട് നായയായിട്ട് പ്രതിപാദിക്കുന്നൊരിതുണ്ട്. അത് മുത്തപ്പൻ്റെ വാഹനമല്ല. മുത്തപ്പൻ്റെ പണ്ട് കാലത്ത് നായാട്ടിന് പോകുമ്പോൾ സന്തത സഹചാരി അവരാണ് അറിയപ്പെടുന്നത്. മറ്റൊരു മുത്തപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ആചാരപ്പെട്ട മടയനാണ്. മടയന് ഇപ്പോഴത്തെ കാര്യനിർവഹണം നടത്തി വരുന്നത് PM സതീശൻ മടയനാണ്. ഇപ്പം 3 വർഷത്തോളമായി സതീശൻ മടയനാണ് ഇപ്പോഴത്തെ മടപ്പരയുടെ കാര്യനിർവഹണം നടത്തി വരുന്നത്. ഇവിടെ കോലം ധരിക്കുന്നത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവിടെ എല്ലാ മതസ്ഥരും ഇവിടെ തുല്യമായി എല്ലാവർക്കും കയറി വരാൻ പറ്റുന്നതാണ്. എല്ലാ മതസ്ഥർക്കും ഇവിടെ കയറി പ്രവേശനമുള്ളതാണ്. അന്യമതം അങ്ങനെയുള്ളൊരു ഇതില്ല. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശനമുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലാണുള്ളത്. അവിടെ
ഇതുണ്ടോ ഇവിടെ പണിയുന്ന ബൈപ്പാസിൻ്റെ അടി. അയ്യോ ഉറക്കം വരുതേ. ഇവിടെ നഗരസഭാ ഓഫീസിൻ്റെ അടുത്താണ് മൃഗാശുപത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി മൃഗാശുപത്രിയിലൊക്കെ കാണിച്ച് അവിടെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. മറ്റൊന്നുമല്ല, ഒടുക്കത്തെ വെയിലായിരുന്നു. അതുകൊണ്ട് അവളെ പെട്ടെന്ന് തന്നെ ഞാൻ സൈക്കിൾ വെച്ചിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതുണ്ടോ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. പാലത്തിൻ്റെ അടിയിലാണ്. പണ്ട് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്ത സ്ഥലമുണ്ട്. വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ആ പണി നടന്നുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൻ്റെ പാലമൊക്കെ മറിഞ്ഞു വീണ സ്ഥലമില്ലേ, അതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ അന്ന് അത് അത് തലയിൽ വീഴാഞ്ഞ ഭാഗ്യം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ണൂർ ഹൈവേ പോകുന്നതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് വെള്ളമൊക്കെ ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ്. അവിടെ ചൂടൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഞാനിവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തലശ്ശേരി റൂട്ടിലോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കിളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാലത്തിൻ്റെ അടിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിക്ക് മരുന്നൊക്കെ വാങ്ങിച്ച്, കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് ചൂടിൻ്റെ ആണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തലശ്ശേരിക്ക്, പറശ്ശിനിക്കടവൊക്കെ പോയിട്ട് വന്നിട്ട് തലശ്ശേരിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം വളവട്ടണം പാലത്തേലാണുള്ളത്. അപ്പോൾ വളവട്ടണം പാലത്തേലോട്ട് നമ്മൾ കയറുകയാണ്. വെള്ളം വണ്ടി ചവിട്ടിയിട്ട് അങ്ങനെ നമ്മൾ പുഴയുടെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരുത്തരം തട്ടി പുഴയിലിട്ടില്ലെങ്കിൽ നമ്മൾ അക്കരെ എത്തും. ഭായിയോടൊക്കെ പറഞ്ഞ് ഞാൻ പവർ ബാങ്ക് ഇവിടെ ചാർജിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പവർ ബാങ്കൊക്കെ ഒന്ന് ചാർജായി ഭായി എപ്പോഴത്തേക്കും കാപ്പി കുടിക്കാനൊക്കെ പോകുന്ന നേരം ആകുമ്പോഴത്തേക്കും ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഭായി നാം ക്യാ? अभिषेक. हाँ किधर का? MP का. हाँ मध्य प्रदेश का एक आदमी को पहला बार मैं इधर सच में